ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായി നെയിംസ് ആൻഡ് നെയിംസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും ഉള്ള വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ദ സ്കൂൾ ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. സ്കൂൾ എന്താണ് വെക്കേഷന് ക്ലോസ് ചെയ്തു അല്ലേ. കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ആന്റോണിറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഇപ്പോൾ എവിടെയാണ്? കേരളത്തിലാണ്. അവളുടെ ഫ്രണ്ട് എവിടെയാണ്? ഫ്രാൻസിലാണ് അല്ലേ. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ദ ടെക്സ്റ്റ് മെസ്സേജസ്. ഹിയർ ഈസ് എ പിക് ദയർ ചാറ്റ്. അപ്പോൾ അവരുടെ ചാറ്റിൻ്റെ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ ഫസ്റ്റ് നോക്കൂ. ഹായ് ആന്റോണിറ്റ്, ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്. അപ്പോൾ എന്താ ആന്റോണിറ്റ് പറയുന്നത്? ഇറ്റ്സ് സിൻസ് ഹിയർ ഈറ്റിംഗ് ലോഡ്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു? ഹൗസ് കേരള എങ്ങനെയുണ്ട് ചോദിക്കുകയാണല്ലേ. അപ്പോൾ എന്താ കുഞ്ഞിച്ചിരുത പറയണത്? ഗ്രേറ്റ്, ലോഡ്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോസാസ്, മിസ് യു ദോ. അപ്പോൾ എന്താ പറയുന്നത് ആന്റോണിറ്റ്? ഓ മിസ് യു ടു. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മം ടു സേ യുവർ നെയിം. Okay, then next, that's amazing. I told Amma to say your name too. അപ്പോൾ വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? നീ എന്നാ ന്യൂ ജേഴ്സിക്ക് തിരിച്ച് മടങ്ങണേ ചോദിക്കുകയാണല്ലേ. ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു? ഡു യു മിസ് ന്യൂ ജേഴ്സി? അപ്പോൾ എൻ്റെ എന്താ പറയുന്നത്? ഐ മിസ് ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു ആൻഡ് സ്കൂൾ ആക്ടിവിറ്റീസ്, ആൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. എനിവേ ഐ വിൽ ബാക്ക് ഇൻ ടു 2 weeks എന്ന് പറയാനല്ലേ. അപ്പോൾ ഡീൽ, ക്യാൻ വെയിറ്റ്, സി യു സൂൺ, സി യു സൂൺ. അപ്പോൾ അവരുടെ ഈ ചാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യു വിസ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. അപ്പോൾ ഇതുപോലൊരു ചാറ്റ് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങളും ഫ്രണ്ടും പറയുക? അപ്പോൾ യു പറയണേ ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? നീ ഈ വീക്കെൻഡിൽ എന്താ ചെയ്യുന്നത്? ഫ്രണ്ട് പറയണ ഐ ആം നോട്ട് ഷുവർ, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? അപ്പം എന്താവും നിങ്ങൾ പറയുക? ഷുവർ, ഐ വുഡ് ലവ് ടു എന്ന് പറയാം അല്ലേ. ഫ്രണ്ട് പറയാണ് കെയിം ടു മൈ ഹോം, എൻ്റെ വീട്ടിലേക്ക് വരും. മൈ പാരൻസ് കെയിം ഫ്രം ദുബായ് യെസ്റ്റർഡേ. കം ടു മൈ ഹോം, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണം അല്ലേ. മൈ പാരൻസ് കെയിം ഫ്രം ദുബായ് യെസ്റ്റർഡേ. എൻ്റെ പാരൻസ് യെസ്റ്റർഡേ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ദേ ഹാവ് ബ്രോഡ് സം ന്യൂ വീഡിയോ ഗെയിംസ്. അവർ കുറച്ച് വീഡിയോ ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ യു റിയലി ഐ ആം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഐ ലവ് ടു പ്ലേ വീഡിയോ ഗെയിംസ്. എനിക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഐ ലവ് ടു പ്ലേ വീഡിയോ ഗെയിംസ്. എനിക്ക് വീഡിയോ ഗെയിംസ് കളിക്കുന്നത് ഇഷ്ടമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഫ്രണ്ട് എന്താവും പറയാ? ദർ ഈസ് മോർ ഗുഡ് ന്യൂസ്. അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. ദേ ഹാവ് ഓൾസോ ബോട്ട് സം ഫൈൻ ചോക്ലേറ്റ് ആൻഡ് സ്വീറ്റ്സ്. ഐ നോ യു ലവ് കാഡ്ബറി ആൻഡ് നെസ്ലെ. വി ഹാവ് സം. അപ്പോൾ പറയണ എന്താണ്? ഫ്രണ്ട് പറയാണ് ദേ ഹാവ് ഓൾസോ ബോട്ട് സം ഫൈൻ ചോക്ലേറ്റ്സ് ആൻഡ് സ്വീറ്റ്സ്. ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോ യു ലവ് കാഡ്ബറി ആൻഡ് നെസ്ലെ. നിനക്ക് കാഡ്ബറി നെസ്ലേക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വി ഹാവ് സം. അപ്പോൾ യു മം യമ്മി, മൈ മൗത്ത് ഈസ് ഓൾറെഡി വാട്ടറിങ്. എൻ്റെ വായിന്ന് ഇപ്പം തന്നെ വെള്ളം വേണ്ടത് പറയാം അല്ലേ. ഐ വിൽ ദർ ഈസ് ഈവനിങ് ഫ്രണ്ട്. വി വിൽ ബി ഹാപ്പി ടു ഹാവ് യു. വി ക്യാൻ സ്പെൻഡ് ദ വീക്കെൻഡ് ടുഗദർ. നമുക്ക് ആ വീക്കെൻഡ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് പറയാണല്ലേ. യു താങ്ക് യു ഡിയർ. അപ്പോൾ ഇതുപോലൊരു സിമ്പിൾ ചാറ്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ ചാറ്റ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ. ദെൻ ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് എൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആന്റോണിറ്റ്. എന്താണ്? വെക്കേഷൻ സമയത്ത് കുഞ്ഞിച്ചിരുതയ്ക്ക് എന്താണ്? ആന്റോണിറ്റിൻ്റെ ഒരു മെയിൽ കിട്ടുകയാണ്, ഒരു ഇമെയിൽ കിട്ടി. ഇമെയിൽ നമുക്ക് വായിച്ച് നോക്കാം. ഫ്രം ടു അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ Marcellus. The weather here is lovely and went paddleboarding and with my friends. I fell down many times, but it was exciting. I have attached some photos for you. How's Kerala? I really miss you and can't wait to hear all about your adventures. Say it to your mom for me. Take care. Love, Antoinette. അപ്പോൾ ആന്റോയിനറ്റ് അവളുടെ വെക്കേഷൻ ആഘോഷത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാനിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഇനി നോക്കൂ. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷി ബിഗെയിൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ ഇമെയിൽ. അപ്പോൾ എന്താണ്? കുഞ്ഞിച്ചിരുതയ്ക്ക് ഉള്ള ഇമെയിൽ കിട്ടിയേക്കുമ്പോൾ, ആന്റോണിറ്റിൻ്റെ ഇമെയിൽ കിട്ടിയേക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുകയാണ് അല്ലേ. ഷി ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ഒരു റിപ്ലൈ അയക്കുകയാണ് അല്ലേ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ ഇമെയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അവളെ സഹായിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രം അഡ്രസ്സ് കൊടുക്കുക.
ദെൻ ടു അഡ്രസ്സ് എഴുതണം അല്ലേ. ദെൻ ടു അഡ്രസ്സ് എഴുതുക. ദെൻ ഡിയർ ആൻറ്റോയിനെറ്റ്. ദെൻ ഐ വാസ് എക്സൈറ്റ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ദെൻ നമുക്ക് എന്തൊക്കെ എഴുതാം? ഐ ആം ഗ്ലാഡ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. നീ നിൻ്റെ വെക്കേഷനെ എൻജോയ് ചെയ്യുന്ന അറിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. ദെൻ പാഡിൽ ബോർഡിംഗ് ഈസ് എ ഗുഡ് സ്പോർട്ട് but is risky as you tend to fall down often. Here in Kerala it is not so popular. We love swimming. ഞങ്ങൾക്ക് സ്വിമ്മിങ് ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ അതെന്താണ് അത്ര പോപ്പുലർ അല്ലാതെ പറയുകയാണല്ലേ. There is a swimming pool near my house. I go for swimming every day with my friends here. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്. ഞാൻ അവിടെ എന്താണ് എല്ലാ ദിവസവും പോവും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് നീന്തൊക്കെ ചെയ്യും. This is the time for the greatest festival our state, the Onam celebration. ഈ സമയത്ത് ഞങ്ങളുടെ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ ഓണം വരുന്നുണ്ട് അല്ലേ. വി ഹാവ് ഡാൻസസ്, സോങ്സ് ആൻഡ് അതർ ലോക്കൽ ആർട്സ് ഫോം ഇൻ കണക്ഷൻ വിത്ത് ഫെസ്റ്റിവൽ. വെരി ഡിലീഷ്യസ് സദ്യ, അതുപോലെ തന്നെ സെപ്റ്റസ് വിത്ത് മീൽ വിത്ത് ഡിഫറെൻറ്റ് ഐറ്റം ഈസ് ദ സ്പെഷ്യലി ഓഫ് ദിസ് ഡേ. നെക്സ്റ്റ് ഇയർ യു ഷുഡ് കം ടു കേരള ഡ്യൂറിങ് ദിസ് ടൈം. അടുത്ത വർഷം നീ ഈ സമയത്ത് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നീ കേരളത്തിലേക്ക് വരണം. ഐ ആം സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഓൾഡ് ഫ്രണ്ട്സ് ഹിയർ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓൾഡ് ഫ്രണ്ട്സുമായിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ദേ ആർ സർപ്രൈസ്ഡ് അറ്റ് ദ ചേഞ്ച് ഇൻ ദ വേ ഐ സ്പീക്ക് ഇംഗ്ലീഷ് നൗ. അപ്പം ഞാൻ ഇംഗ്ലീഷ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ട് അവരൊക്കെ ആകെ സർപ്രൈസ്ഡ് ആയിരിക്കുകയാണ്. ആൻറ്റോയിനെറ്റ്, ഐ റിയലി മിസ് യു. ആൻറ്റോയിനെറ്റ്, ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ബട്ട് ദ വെക്കേഷൻ വിൽ സൂൺ ബി ഓവർ ആൻഡ് ദെൻ വിൽ മീറ്റ് അഗെയിൻ. വെക്കേഷൻ ഇപ്പോൾ കഴിയും. ആൻഡ് ദെൻ വിൽ മീറ്റ് അഗെയിൻ. നമുക്ക് എന്ത് ചെയ്യാൻ, വീണ്ടും കണ്ടുമുട്ടാം. സേ ഹായ് ടു യുവർ മം ആൻഡ് ഡാഡ് ഫോർ മീ. എനിക്ക് വേണ്ടി നീ നിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഹായ് പറയണം. ടേക്ക് കെയർ, ലവ്, കുഞ്ഞിച്ചിരുത. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഓക്കെ. ദെൻ റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നമുക്ക് സ്റ്റോറി എന്നുള്ള സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. In fact, nearly half the students belong to immigrant families. There were students from Canada. ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു അല്ലേ. കുഞ്ഞിച്ചിരുത വാസ് ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു എന്ത്, ഇന്ത്യൻ അല്ലേ. The term Indian denotes someone from India. Here is a list of such people from different countries. അപ്പോൾ കാനഡയിൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു, ഇന്ത്യൻ എന്ന് പറഞ്ഞു അല്ലേ. ഇനി കാനഡയിൽ നിന്ന് കനേഡിയൻ, ചൈന ചൈനീസ് അല്ലേ, ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കൻ. അപ്പോൾ അതുപോലെ നമ്മളോട് ഈ കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ പറഞ്ഞു. നോക്കൂ, ഫ്രാൻസ്, സ്പെയിന്, ജർമ്മനി, UAE നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇതെങ്ങനെ പറയാം? ഫ്രാൻസിലാവുമ്പോൾ ഫ്രഞ്ച് എന്ന് പറയും അല്ലേ. ജർമ്മനി ജർമ്മൻ എന്നാണ് പറയുക. ദെൻ സ്പെയിന് സ്പാനിഷ്, UAE എമിരാറ്റി. ഓക്കെ. ദെൻ ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? നിങ്ങൾക്ക് ഇതുപോലെ കുറച്ചുകൂടി എഴുതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇറ്റലി ഇറ്റാലിയൻ. ദെൻ പോർച്ചുഗൽ നമുക്ക് എന്ത് എഴുതാം, പോർച്ചുഗീസ് എഴുതാം അല്ലേ. ദെൻ ദ USA അമേരിക്കൻ, ദ UK ബ്രിട്ടീഷ്, കൊറിയ കൊറിയൻ അല്ലേ, വിയറ്റ്നാം വിയറ്റ്നാമീസ്, കംബോഡിയ കംബോഡിയൻ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ. ദെൻ ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. ഓക്കെ, നമുക്ക് കുഞ്ഞിച്ചിരുത ആൻഡ് ആൻറ്റോണിയറ്റ് ഡിസൈഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരുതയും ആൻറ്റോണിയറ്റും കൂടിയിട്ടൊരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അവരുടെ ഓരോ നെയിംസിൻ്റെ ഓരോ ലെറ്റർ ഉണ്ടാവില്ലേ. അതായത് കുഞ്ഞിച്ചിരുതയ്ക്ക് KUNIS. ആ ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം അവരെ, ലെറ്റർ their names. അപ്പോൾ ഓരോ ഇതുണ്ട് വേർഡ്സ് ഉണ്ടാക്കുക. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. ഫോർ എക്സാമ്പിൾ, K in കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ് ഫോർ കൈൻഡ്. പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. K for kind and A Antonio സ്റ്റാൻഡ് ഫോർ ആക്റ്റീവ്. ഹെൽപ്പ് ദെൻ കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇവിടെ നോക്കൂ, K കൈൻഡ് ആണ്. ദെൻ കുഞ്ഞിച്ചിരുതയുടെ യുവിന് എന്താ കൊടുത്തിട്ടുള്ള, അണ്ടർസ്റ്റാൻഡിങ്. ദെൻ നെക്സ്റ്റ് ലെറ്റർ എന്നല്ലേ, നീറ്റ്. ദെൻ H ഹെൽപ്ഫുൾ, I ഇൻ്റലിജൻറ്റ്, C ക്യൂരിയസ്, H ഹാപ്പി, I ഇമാജിനേറ്റീവ്. അപ്പോൾ ഇതുപോലുള്ള എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള വേർഡ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം ഇനി ആറിന് നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. ആറിന് നമുക്ക് റിലീജിയസ് എഴുതാം അല്ലേ. 6 റിലീജിയസ്. ദെൻ U അർബൻ എഴുതാം. ദെൻ T ട്രൂത്ത്ഫുൾ എഴുതാം. H ഹ്യൂമൻ. ദെൻ A അഫെക്ഷനേറ്റ്.
നെക്സ്റ്റ് എന്നിലാണ് അല്ലേ, ആൻറ്റോണിയേറ്റിൻ്റെ എന്നെ വെച്ചിട്ട് നമുക്ക് ഇനി എഴുതാനുള്ളത്. എന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, നാച്ചുറൽ എഴുതാം അല്ലേ. ദെൻ ഇ ഈസി ഗോയിങ്, ദെൻ ടി ട്രൂത്ത്ഫുൾ, ടി ട്രസ്റ്റ് വർത്തി, ദെൻ ഇ എനർജറ്റിക്. അപ്പം ഇതുപോലെ ഇഷ്ടമുള്ള വേർഡ്സ് എഴുതാം. വേർഡ്സ് എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ് ആയിരുന്നാൽ മതി. ഓക്കെ, ഇഷ്ടമുള്ള വേർഡ്സ് നിങ്ങളിതിൽ എഴുതുക. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പം നിങ്ങളുടെ പേരല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് വെച്ച് ഓരോ ലെറ്റേഴ്സ് വെച്ച് ഇതുപോലെ എഴുതി നോക്കുക. Okay, then here are some qualities describing the character of കുഞ്ഞിച്ചിരുത. Write a sentence about each of these qualities. അപ്പോൾ ഇവിടെ എന്താണ്, കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസിനെ അല്ലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. കൈൻഡ്, കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. സ്കൂളിലും വീട്ടിലും ഒക്കെ അവൾ എങ്ങനെയാണ്, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലേ. അപ്പോൾ ഈ നീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഷീ ഈസ് എ നീറ്റ് ഗേൾ ആൻഡ് ഷീ കീപ്സ് എവറിത്തിങ് ടൈഡി. അവൾ എന്താണ്, നീറ്റ് ഗേളാണ്. അവൾ സാധനങ്ങളൊക്കെ അവൾ എന്ത് ചെയ്യും, വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അല്ലേ. ദെൻ നെക്സ്റ്റ് ഹെൽപ്ഫുൾ ആണ് അല്ലേ. ഹെൽപ്ഫുൾ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ആസ് ഷീ എ കൈൻഡ് ഗേൾ. ദെൻ നെക്സ്റ്റ് intelligent, she is an intelligent girl, she understands things quickly. Then curious, she is a curious girl, she wants to know many things. Then happy, she is happy girl, she is not worried about things. Next നമ്മൾ ഏതാണ് എഴുതുന്നത്, ഇമാജിനേറ്റീവ് അല്ലേ. she is an imaginative girl, she even writes stories. Then religious, she is religious girl, she prays every day for some time. Then urban, she is very urban, she behaves politely with everyone. Then truthful, she is truthful, you can depend on her. Then human, she is a human, she helps the poor and the needy. Then affectionate, നമുക്ക് എന്ത് എഴുതാം, she is affectionate, she loves her parents and siblings very much. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, സെൻറ്റൻസും എഴുതുക. ദെൻ ലെറ്റ്സ് റൈറ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് എബോവ്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുഞ്ഞിച്ചിരുതയെക്കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം, കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ അല്ലേ. ദെൻ ഷീ ഈസ് ഹ്യൂമൻ ആൻഡ് ഷീ ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ദ പുവർ ആൻഡ് ദ നീഡി. ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ്, ഷീ ഈസ് ക്യൂരിയസ് ടു നോ അബൌട്ട് മെനി ഓഫ് മിസ്റ്ററി ഓഫ് നേച്ചർ. She works very hard and she is quite understanding in her dealing with others. She is always neat and tidy and she is happy and she is always optimistic. Everyone likes കുഞ്ഞിച്ചിരുത because of her many good qualities. എല്ലാവർക്കും എന്താണ്, കുഞ്ഞിച്ചിരുത ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ഹെർ മെനി ഗുഡ് ക്വാളിറ്റീസ്. അവർക്ക് എന്താ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും കുഞ്ഞിച്ചിരുതയെ ഇഷ്ടമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് വായിച്ച് നോക്കാനാണല്ലോ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് അന്റോണിയ ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. Imagine a new student from another country or state has just joined your school. How do you help her adjust to new place and culture? നിങ്ങൾ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ഇതുപോലൊരു കുട്ടി നിങ്ങളെ അനദർ കൺട്രി, മറ്റൊരു കൺട്രിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു ഹെർ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? അപ്പോൾ നിങ്ങൾ അവരെ എങ്ങനെ സഹായിക്കും, എന്താണ് അവരെങ്ങനെയാണ് ഒരു പുതിയ പ്ലേസിലേക്കല്ലേ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പുതിയ കൾച്ചറും കാര്യങ്ങളൊക്കെ ആവില്ല ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. എങ്ങനെ നിങ്ങൾ അവളെ സഹായിക്കും, നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ എങ്ങനെ സഹായിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കൂ. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ, ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളെ എന്ത് ചെയ്യും, ഈ സ്കൂളൊക്കെ ചുറ്റിക്കറക്കി കാണിച്ചിട്ട് അവൾക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്തൊക്കെയാവും നിങ്ങൾ ചെയ്യുക, പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഐ വിൽ ഡു വാട്ട് എവർ ഐ ക്യാൻ ടു മേക്ക് ഹെർ ഫീൽ കംഫർട്ടബിൾ. അവളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമല്ലേ. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ് ആൻഡ് ആൾസോ ടീച്ചേഴ്സ്. ദെൻ ഐ വിൽ ടേക്ക് ഹെർ അബൌട്ട് ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. റൂൾസൊക്കെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുക അല്ലേ. ദെൻ ഐ വിൽ ടേക്ക് ഹെർ ടു സ്കൂൾ ലൈബ്രറി ആൻഡ് ആൾസോ ദ കാഫ്റ്റേരിയ. Then since he is new to his country, she may not know some of the local dishes that we usually eat.
Then I will explain to her what some of them are. I will also teach her some commonly used words, especially for greeting, responding greeting. Then I will try to make her comfortable by assuring her that she won't have any problem here as we are there to help her. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് നിങ്ങളിതുപോലെ എഴുതുക. ഓക്കെ, ദെൻ റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് വായിച്ച് നോക്കാനാണ് അല്ലേ. നമുക്ക് വായിച്ച് നോക്കാം. ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. In this sentence, the pair picked up and together. Picked up means learn or acquired. ഇവിടെ നോക്കൂ, picked and up together അല്ലേ. ഇനി നോക്കൂ, മീൻസ് ലേൺ. പിക്ക്ഡ് അപ്പ് എന്നുള്ള മീനിങ് എന്താണ്? ലേൺ ഓർ അക്വയർഡ് എന്നാണ് അല്ലേ. അപ്പോൾ നോക്കൂ, എ ഫ്യൂ സച്ച് പെയേഴ്സ് വേർഡ്സ് ഗിവൺ അലോ പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ദിസ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി. ഇതുപോലുള്ള കുറച്ച് സെൻറ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കൂ, കം എക്രോസ് സ്വിച്ച്ഡ് ഓവർ എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് കം എക്രോസ് സ്വിച്ച്ഡ് ഓവർ? അപ്പോൾ ഇതിപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസ് നമുക്ക് എവിടെയുണ്ട്? നമ്മുടെ സ്റ്റോറിയിലുണ്ടല്ലേ. അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാൻ നമുക്ക്? കുഞ്ഞിച്ചിരുത ഹാസ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. ദ നെക്സ്റ്റ്, പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. സ്വിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻ യൂസ്. കുഞ്ഞിച്ചിരുതയും അവരുടെ ഫ്രണ്ട്സും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചിട്ട് ഇതുപോലുള്ള കൂടുതൽ എക്സ്പ്രഷൻ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. കുഞ്ഞിച്ചിരുത, ഹായ് എവരി വൺ, ആൻറ്റോണിയറ്റ് ബർത്ത്ഡേ ഇസ് കമ്മിങ് അപ്പ്, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. ആൻറ്റോണിയറ്റിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്താലോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ജെയ്ക്ക് എന്താ പറയുക? യേ വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. അപ്പം മൈ എന്താ പറയണത്? ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ടു ഈറ്റ് എ ഫേവറേറ്റ് കഫേ. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് ടൈം ഫോർ us ടു ഗോ. ബെൻ പറയാണ് ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. വാട്ട് അബൌട്ട് എ ബുക്ക്? നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? കുഞ്ഞിച്ചിരുത, ഗുഡ് ഐഡിയ, വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് വൺ ഷീ വിൽ ലൈക്ക്. നമുക്ക് എന്ത് ചെയ്യാം? ബുക്ക് സ്റ്റോറിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് കണ്ടെത്താം എന്ന് പറയണം. അപ്പം മീ എന്താ പറയുന്നത്? വി വിൽ ലുക്ക് അപ്പ് ബുക്ക് ഷീ ഡസൻ ഹാവ്. അവൾക്ക് ഇല്ലാത്തൊരു ബുക്ക് നമുക്ക് വി വിൽ ലുക്ക് അപ്പ് സെർച്ച് ചെയ്യാന്ന് പറയാണ് അല്ലേ, കണ്ടെത്താന്ന് പറയാണ്. ജെക്, ലെറ്റ്സ് ഗെറ്റ് എ കേക്ക് ടു, ഐ ക്യാൻ ഡ്രോപ്പ് ഓഫ് അറ്റ് ഹെർ ഹൗസ്. കുഞ്ഞിച്ചിരുത, പെർഫെക്റ്റ്, വി വിൽ ആസ്ക് ഹർ കം ബാക്ക് ടു ദ കഫേ ആഫ്റ്റർ സ്കൂൾ ആൻഡ് വി വിൽ സർപ്രൈസ് ഹർ. അപ്പം ബെൻ എന്താ പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്, കീപ് ദ സീക്രറ്റ്. അപ്പോൾ ഇതുപോലുള്ള എക്സ്പ്രഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, എഴുതാനാണല്ലേ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മിങ് അപ്പ്, അതുപോലുള്ള പിന്നെ ഏതൊക്കെയാണ്? പിക്കപ്പ് ഉണ്ട് അല്ലേ, ദെൻ ടേക്ക് ഔട്ട്, ദെൻ ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്, ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഓഫ്, കം ബാക്ക്, ഗെറ്റ് ഗോയിങ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. Then in the class, teacher asked everyone to say something special about their home country. അപ്പോൾ ക്ലാസ് ടീച്ചർ എന്ത് പറയണേ? എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ കൺട്രിയെ കുറിച്ച്, ഹോം കൺട്രിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം എന്ന് പറയാണ് അല്ലേ. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. ബെൻ എവിടെ നിന്നുള്ള ആളാണ്? ഇറ്റലി എന്നുള്ളതാണ് അല്ലേ, അവനാണ് ഫസ്റ്റ് പോയി. ലെറ്റ്സ് ലിസൺ ടു വാട്ട് ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ ബെൻ എന്താണ് അവൻ്റെ കൺട്രിയെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. അവൻ്റെ കൺട്രി ഏതാണെന്ന് പറയുന്നത് ഇറ്റലി അല്ലേ. അപ്പോൾ അവൻ പറയാണ്, ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഞാൻ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്, അതൊരു മനോഹരമായുള്ള ഒരു രാജ്യമാണെന്ന് പറയുകയാണ് അല്ലേ. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. എൻ്റെ ക്യാപിറ്റൽ ഏതാണ്? റോമാണ്. The flag is really cool with 3 colors, green, white and red. Then most people in Italy speak Italian. കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ആണ് അല്ലേ. We make some of the best foods ever like pizza and pasta. Italy is also home to amazing places like Colosseum and Leaning Tower of Pisa and the canals of Venice. Then if you visit Italy, you might even spot animals like the Italian wolf and wild boar. The weather is nice too, with warm summers and cool winters. Italians love to celebrate holidays like Christian Easter and carnivals, where we wear colorful masks and costume. Sounds fun, right? അപ്പോൾ ഇതുപോലൊക്കെ ആയിരിക്കില്ല അവൻ അവൻ്റെ രാജ്യത്തെ കുറിച്ചിട്ട്, ഇറ്റലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കുക അല്ലേ. ഇനി നോക്കൂ, നെക്സ്റ്റ്, ആൻറ്റോണിയറ്റ് വുഡ് ലൈക്ക് ടു സ്റ്റേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി. അപ്പം ഇനി അടുത്ത നേരം വരാൻ പോണത് ആൻറ്റോണിയറ്റ് ആണല്ലേ. ആൻറ്റോണിയറ്റിൻ്റെ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണല്ലേ. സം ഫാസിക് വേർഡ്സ് ഓഫ് ഫ്രാൻസ് ആർ ഗിവൺ.
അപ്പോൾ ഫ്രാൻസിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഫാക്ട്സ് ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. ദെൻ ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ അവളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് നമ്മൾ നെക്സ്റ്റ് ഫ്രാൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഐ ആം കം ഫ്രം ദ ഗ്രേറ്റ് കൺട്രി ഓഫ് ഫ്രാൻസ്. ദെൻ ദ ക്യാപിറ്റൽ ഓഫ് കൺട്രി ഈസ് പാരീസ്. ക്യാപിറ്റൽ ഏതാണ്? പാരീസ് ആണ് അല്ലേ. ദെൻ വി ഹാവ് എ ട്രൈ കളർ ഫ്ലാഗ് വിത്ത് ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ദെൻ ദ മേജർ ലാംഗ്വേജ് ഈസ് ഫ്രഞ്ച്. വി ആർ വെരി ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ക്രോഷ്യൻസ്. Our country has the world famous Eiffel Tower. Then the Louvre Museum and also the beaches of the French Riviera. Our most popular animals are French Bulldog and the Wild Boar. We have 3 famous celebrations: the Bastille Day, Christmas and Easter. The weather is good in the months of May to August. If you want to visit France and enjoy in various cultural activities, കം ബിറ്റ്വീൻ ദിസ് മന്ത്സ്. ഈ മന്ത്സിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആൻറ്റോയിനറ്റ് അവളുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളല്ലാണ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ